അറിയും, അല്ലെങ്കിൽ പുതിയ പുതിയ ടാലികൾ വരും. ഇത് സ്ക്രീൻ എനിക്ക് തോന്നുന്നു CNN ന്യൂസ് 18 സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് കുറെ കൂടി സ്റ്റേറ്റ് ടാലി കിട്ടും. ഇവിടെ ഞാൻ പറയുമ്പോഴേക്കും അത് മാഞ്ഞുപോയി. ഇവിടെ 36 മുതൽ 39 വരെ തമിഴ്നാടാണ്, 1 മുതൽ 3 വരെ അങ്ങനെ പറയുന്നുണ്ട്. ജാർഖണ്ഡിലെ കണക്ക് വരാനിരിക്കുന്നുള്ളൂ, ഒഡീഷ വരാനിരിക്കുന്നുള്ളൂ. ഇവിടെ തമിഴ്നാട് കണക്കാണ് വന്നിരിക്കുന്നത്. NDAക്ക് 48% വോട്ടാണ് പിമാർക്ക് പറയുന്നത്. ഇന്ത്യ അലയൻസിന് 39%, മറ്റുള്ളവർക്ക് 13%. 359 154 ഈ രണ്ട് കണക്ക് ഇവിടെ വന്നു. അത് തന്നെയാണ്, ആ കണക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത്. NDA 359, ഇന്ത്യ 154, മറ്റുള്ളവർ 30. മറ്റൊരു നാഷണൽ ടാലി 371 ആണ്, 371 ഒരിക്കൽ കൂടി 371, 125, 47, 359, 371 രണ്ട് നാഷണൽ ടാലികളാണ് രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ NDAയുടെ കാര്യത്തിൽ നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ 2019 BJP NDA നേടിയതിനേക്കാൾ ഏതാനും ചില സീറ്റുകൾ, എന്ന് വെച്ചാൽ 10 20 സീറ്റുകൾ കൂടാം എന്ന് പറയുന്നുണ്ട്. ആ സീറ്റുകൾ എവിടെ നിന്നാണ് NDAക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഇപ്പോൾ ഒരു ഭാഗം ക്ലിയർ ആണ്. ഒന്ന് തമിഴ്നാട് NDAക്ക് മെച്ചമാണ് അല്ലെ, കർണാടകത്തിൽ NDAക്ക് വലിയ BJPയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ അവർക്ക് കാര്യമായ കോട്ടം സംഭവിക്കുന്നില്ല. മറിച്ച് ദക്ഷിണേന്ത്യയിൽ അവർക്ക് കുറച്ച് കൂടുതൽ സീറ്റുകൾ, ദക്ഷിണേന്ത്യയുണ്ട്, ഒഡീഷ സംസ്ഥാനങ്ങൾ, ബംഗാളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ഗെയിൻ ഉണ്ടായ സ്റ്റേറ്റുകൾ എന്ന് തോന്നുന്നു. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാനിരിക്കും. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട്, 400 സീറ്റ് എന്ന BJPയുടെ അവകാശവാദത്തിൽ എവിടേക്കും എത്തിയിട്ടില്ല. 371 എന്നുള്ള കണക്കിലേക്ക് എത്തി അല്ലേ? അല്ല, 371 അതായത് 371 വരെ എത്തി. BJP തന്നെ 370 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് 370 സീറ്റ് വേണം എന്നായിരുന്നു BJP പറഞ്ഞത്. NDAക്ക് 400, പക്ഷെ എന്തായാലും അതിനടുത്തേക്ക് 400ലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും രണ്ട് കണക്കുകൾ, അതിൽ രണ്ട് കണക്കുകൾ. അല്ല, അതിൽ BJPയുടെ സീറ്റ് നമുക്ക് അറിയില്ല. 303 ആയിരുന്നു, നമുക്ക് അറിയില്ല ഇത്തവണ എത്രയാണെന്ന്. ഇവിടെ 353 മുതൽ അനദർ നാഷണൽ ടാലിയാണത്. 351 മുതൽ 368 വരെ, 118 മുതൽ 133 വരെ, 43. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനോടകം പുറത്തു വന്ന 3 നാഷണൽ ടാലിയും BJP NDA അലയൻസിന് 350-ലധികം സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷ അലയൻസിന് കാര്യമായ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ, ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നൽ ഈ 3 കണക്കുകളുണ്ട്. നാഷണൽ ടാലിയാണത്. കേരളത്തിന്റെ കണക്കുകൾ അവിടെ വരികയാണ്, കേരളത്തിന്റെ കണക്ക് ഇവിടെ വരികയാണ് അല്ലേ? കേരളം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ് അല്ലേ? നമ്മളുടെ കേരളം LDF 4, UDF 14 മുതൽ 15, NDA 1. ഇപ്പോൾ ടൈംസ് നൗ എക്സിറ്റ് പോൾ LDF 4, UDF 14 മുതൽ 15, NDA 1 സീറ്റ്. എക്സിറ്റ് പോൾ ടൈംസ് നൗ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ ABP 1 മുതൽ 3 സീറ്റ് വരെ NDAക്കും LDFന് സീറ്റ് ഇല്ല എന്നും കേരളത്തിലേക്ക് പറയുന്ന 3 സർവേകളാണ്. കേരളത്തിലേക്ക് NDAക്ക് പാർലമെന്റിലേക്ക് പോകാൻ ഒരാളുണ്ടാകും, അല്ല ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തുവന്ന 3 സർവേകളാണ്. ആന്ധ്രാപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട കണക്ക് വരുന്നുണ്ട്. അവിടെ NDA സഖ്യത്തിന്റെ മുന്നേറ്റമാണ് എന്നാണ് ആന്ധ്രാപ്രദേശിലെ കണക്ക് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ കണക്ക് ആന്ധ്രാപ്രദേശിൽ TDP BJP ജനസേന സഖ്യത്തിന്റെ ക്ലീൻ സ്വീപ്പാണ് കാണുന്നത്. 21 മുതൽ 25 സീറ്റ് വരെ NDA നേടും. YSR കോൺഗ്രസിന് സീറ്റില്ല. അതായത് ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ആന്ധ്ര TDPയുടെ BJP സഖ്യത്തിന്റെ വലിയ മുൻതൂക്കം, TDP സഖ്യം കൂടാനുള്ള തീരുമാനമാണ്. ക്ലീൻ സ്വീപ്പാണ്, തൂത്തുവായിരുന്നു. ആന്ധ്രാപ്രദേശ് ഇത് ആദ്യമായിട്ടായിരിക്കാം അവിടെ BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. TDPയുമായി കൈകോർക്കുന്നത് BJPക്ക് വലിയ ഗുണം ചെയ്യുന്നു. അവിടെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്നു. YSR പൂർണ്ണമായി അപ്രസക്തമാവുന്നു ആന്ധ്രയിൽ. ഈ പറയുന്ന കണക്ക് ശരിയാണ്. ഇവിടെ നാഷണൽ ടാലി വന്നിരിക്കുന്ന കണക്കുകളിലേക്ക് പോകുന്നു. നമ്മൾ പോകുമ്പോൾ അവിടെ NDAക്ക് 40%-ലധികം 40.7% വോട്ട്, ഇന്ത്യ അലയൻസിന് 29.2, മറ്റുള്ളവർക്ക് 30% വോട്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ BJP അലയൻസ് 40 ക്രോസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഈ കണക്കുകളിൽ. കാരണം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ NDAക്ക് 40%-ലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 359, 353, ആ ടാലി 371, അങ്ങനെ 2014-2019 വലിയ നേട്ടത്തിലേക്ക് വരുന്നു. 2014-2019 വലിയ തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളെക്കാളൊക്കെ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് തരംഗമൊന്നുമില്ലെന്ന് പറയുമ്പോൾ പോലും അതിന് മുകളിലെ കാര്യങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വേവ് ഉണ്ടായിരുന്നു. അത് ഭരണാനുകൂല വേവാണെന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നത് ഇതാണ് ശരിയെങ്കിൽ.
അപ്പൊ എന്തായാലും പുതിയ പുതിയ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വന്ന കണക്കുകൾ പ്രകാരം അവിടെ ഒരു ഭരണമാറ്റമില്ല, ഭരണമാറ്റമില്ലെന്ന് മാത്രമല്ല കൂടുതൽ സുസ്ഥിരമായി തന്നെ ഇന്ത്യ അധികാരത്തിലേക്ക് വീണ്ടും വരുന്നതാണ് വരുന്ന സർവേ. കേരളത്തിന്റെ വോട്ട് ഷെയർ അതാ രാജ്ദീപ് പറയുന്നത് കേരളത്തിന്റെ UDF 4, BJP സീറ്റ് ഷെയർ ആണ് പറയുന്നത് അല്ലേ? കോൺഗ്രസ് 13 മുതൽ 13-14, BJP 2 to 3, LDF 0 to 1. യഥാർത്ഥത്തിൽ നമ്മളെ ഈ രണ്ട് സർവേകൾ ഞെട്ടിക്കുന്നുണ്ടല്ലേ? കേരളത്തിലെ കണക്കുകളിൽ LDF-നേക്കാൾ BJP-ക്ക് സീറ്റ് പ്രവചിക്കുന്ന രണ്ട് കണക്കുകൾ, രണ്ട് സർവേകളുടെ കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്നു. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എന്ന ഏറെക്കുറെ ആക്യുറേറ്റ് ആയ കണക്ക് മുൻകാലങ്ങളിൽ തന്നിട്ടുള്ള ഒരു ഏജൻസിയുടെ കണക്കുമുണ്ട്. 13 മുതൽ 14 കോൺഗ്രസിനും UDF-നും വേറൊരു 4 എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു UDF-ന് വേറൊരു 4 പറയുന്നുണ്ട്. അത് എവിടെയാണ്? CNN കണക്ക് വരുന്നു UDF 15 മുതൽ 18, കേരളത്തിൽ LDF-ൽ 2 മുതൽ 5 വരെ, NDA-ക്ക് 1 മുതൽ 3 വരെ എന്നതാണ് CNN-ന്റെ ഏറ്റവും പുതിയ കണക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ UDF 15 മുതൽ 18, കേരളത്തിൽ LDF-ന് 2 മുതൽ 5, NDA-ക്ക് 1 മുതൽ 3 സീറ്റുകൾ പ്രവചിക്കപ്പെടും. അപ്പൊ എന്ന് പറഞ്ഞാൽ പുറത്തു വരുന്ന എല്ലാ സർവേകളും NDA കേരളത്തിൽ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ ശരിയാണെങ്കിൽ പുറത്തു വരുന്ന ഇതുവരെ പുറത്തു വരുന്ന എല്ലാ, അത് തൃശ്ശൂരോ തിരുവനന്തപുരം ഒന്നും അറിയില്ല, പക്ഷേ NDA കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. മാത്രമല്ല LDF-ന് 2 മുതൽ 5 വരെ സീറ്റുകൾ CNN പറയുന്നുണ്ട്, അല്ലെങ്കിൽ 1 മുതൽ അല്ലെങ്കിൽ 0 സീറ്റുകൾ പറയുന്നവരുണ്ട്. എന്തായാലും UDF-ന് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു, LDF-ന് സീറ്റുകൾ. അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം എന്ന് പറയുന്നത് അതിൽ NDA-ക്ക് സീറ്റുകൾ പ്രവചിക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.